ഹായ് ഹലോ കഥൻ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്രിയോട്ട് സിനിമ കണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിനിമ ഇറങ്ങി എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. അത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ മമ്മൂക്കേനെയും ലാലേട്ടനെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ലാലേട്ടനൊപ്പം വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് എപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം. അത് എല്ലാ സിനിമകളും അങ്ങനെയാണ്. എന്നാലും മമ്മൂക്ക ലാലേട്ടൻ സിനിമകളാവുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അതെനിക്ക് എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്താ ഒരു തിയേറ്ററിൽ ഒരു ക്രൗഡിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ യുകെയിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ നാട്ടിൽ അത്ര ഒരു ഓളം ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ. അപ്പോൾ എനിക്ക് സെക്കൻഡ് ഡേ ആണ് കാണാൻ പറ്റിയത്. കാരണം മെയ് സെക്കൻഡിനാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും തേർഡ് ആയിട്ടുണ്ടാവാം. ആം, സിനിമയുടെ മൊത്തം ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ സിനിമ കാണുന്നതിന് മുന്നേ തന്നെ ഒരുപാട് റിവ്യൂസും അല്ലെങ്കിൽ ഒരുപാട് പേര് അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മെജോറിറ്റി ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മിക്സഡ് അഭിപ്രായങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ എക്സ് ഒക്കെ തുറന്നു നോക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കുമ്പോഴും സിനിമയ്ക്ക് ഒരു മിക്സഡ് അഭിപ്രായമായിരുന്നു. സെക്കൻഡ് ഷോയും തേർഡ് ഷോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതൊരു ഹെയ്റ്റായി മാറി. സി അത് ഒരു ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാവുമല്ലോ. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയാം. പക്ഷെ ഹെയ്റ്റിലേക്ക് പോകുമ്പോൾ ആ ഗെയിമേ ചേഞ്ച് ആയി, ആ സ്റ്റോറിയെ മാറി. അത് ലാസ്റ്റ് നമുക്ക് അതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. എന്തായാലും സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മഹേഷ് നാരായണാണ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആൾ തന്നെയായിരുന്നു എഡിറ്ററും. സിനിമ മേക്കിംഗ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഒരു പോയിന്റ് ഇങ്ങനെ കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കാണുമ്പോൾ തന്നെ സിനിമയുടെ ക്വാളിറ്റി നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. ആൻഡ് ഒബ്വിയസ്ലി കണ്ടന്റ് വൈസും കിടിലൻ ഒരു കണ്ടന്റ് സിനിമയിലുണ്ട്. ഒരു സോഷ്യൽ മെസ്സേജ് സിനിമയ്ക്ക് തരാനുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടന്റ് ഈ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി തോന്നി. ഇപ്പൊ ഞാൻ കണ്ട കൂടെ ഇരുന്ന ആൾക്കാരും നല്ല അത്യാവശ്യം എന്താ പറയാ നല്ല മൂഡിൽ കാണുന്ന ആൾക്കാരുടെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള തിയേറ്റർ എന്നാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ നമ്മൾ ബോളിവുഡിലേക്ക് പോകുമ്പോഴും വേറെ ഇൻഡസ്ട്രിയിൽ പോകുമ്പോഴും വേറെ ഇൻഡസ്ട്രി വരുമ്പോൾ തമിഴിലൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. എനിവേസ് ബോളിവുഡിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു പാറ്റേണിലുള്ള സിനിമകൾ, ഇപ്പോൾ ഒരു സ്പൈ ത്രില്ലർ സിനിമകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ IRF സ്പൈ യൂണിവേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്ക് ഈ സിനിമയൊക്കെ കണ്ടാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. കാരണം എന്താണ് അവരത് ചെയ്തു വെക്കണത് എന്നുള്ളത് നമുക്കൊരു, കാരണം വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഒരേ കഥ വെച്ചിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിച്ചിട്ട് ആ സിനിമകൾക്ക് 1000 കോടി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പട്ടാൻ അല്ലെങ്കിൽ വാർ 1 ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ അതും കംപ്ലീറ്റ് പോയി. അപ്പൊ അതിലൊക്കെ കൊടുത്ത കുറച്ച് സീൻ അതേപോലത്തെ 2-3 സീൻ നമ്മുടെ പെട്രോട്ടിലും ഉണ്ട്. ആൻഡ് അത് കാണുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കണത് എന്തോരം എന്താ പറയാ ക്വാളിറ്റിയാണ് നമ്മുടെ സിനിമയ്ക്ക് ഉള്ളത്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന സിനിമയ്ക്ക് ഉള്ളത് എന്നുള്ളത്. അത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ എനിക്ക് തന്നിട്ടുള്ള ഒരു കിക്ക്, അതിപ്പോ ഒരു നോർമൽ ഓഡിയൻസിന് എന്തായാലും ആ ഒരു സംഭവം കിട്ടും. ഇപ്പൊ മമ്മൂക്കേനെ സ്നേഹിക്കുന്നതാവട്ടെ, ലാലേട്ടനെ സ്നേഹിക്കുന്നതാവട്ടെ, നോ മാറ്റർ, ഒരു സിനിമ സ്നേഹിക്കുന്ന ആൾക്ക് ആ ഒരു ഇന്റർവെൽ ബ്ലോക്കിലൊക്കെ കൊടുത്തിട്ടുള്ള സീൻ ഉണ്ടല്ലോ ഒരുപാട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ പറയാൻ പറ്റും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുള്ളത്. ആ ഒരു രീതിയിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു പെട്രിയോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്ഷൻ വൈസ് ആവട്ടെ, എഡിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് ക്യാമറ ഷോട്ട്സും ഐ മീൻ ഒരു എന്താ പറയാ CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര എന്താ പറയാ സ്മൂത്ത് ആയിട്ടാണ് അതിങ്ങനെ വന്നു പോകുന്നത്. ആ ഒരു സീനുകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ സി യു സൂൺ എന്നൊക്കെ പറഞ്ഞ സിനിമയിലും അതേപോലത്തെ രീതിയിലൊക്കെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ചില ക്യാമറ ഫുട്ടേജ് ഒക്കെ കാണിക്കും. അത് ഭയങ്കര സിങ്ക് ചെയ്ത് പോകണം. അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് വേണം ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വന്നു പോകണം. അത് നമ്മളിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. ആൻഡ് 3 hours ആണ് ലെങ്ത്. അപ്പൊ ഞാൻ സിനിമ കാണുന്നതിന് മുന്നേ കേട്ടൊരു കാര്യമാണ്, ഭയങ്കര ലെങ്തി ആയി പോയി, ഒന്ന് ട്രിം ആക്കാനെന്നുള്ളത്. ഐ ഡോണ്ട് നോ, എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. എനിക്ക് സിനിമയുടെ ഓരോ സെക്കൻഡും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. ഞാനത് സ്ക്രീനിൽ നിന്ന് എന്റെ കണ്ണ് വേറെ എവിടേക്കും പോയിട്ടില്ല. ഈവൻ ഫോണിൽ പോലും ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും എന്താ പറയാ ആ 3 hours എനിക്കൊരു പാക്ഡ് ആയിട്ടുള്ള പടമായിട്ടാണ് തോന്നിയത്. പാക്ഡ് ഇൻ ദ സെൻസ് ഒരുപാട് ആക്ഷൻ സീക്വൻസോ ഒരുപാട് ബഹളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതും അതേപോലത്തെ ഒരു സിനിമ എനിക്ക് പെട്രോട്ട് കണ്ടപ്പോൾ കിട്ടി. ആൻഡ് നെഗറ്റീവ് റിവ്യൂസും നെഗറ്റിവിറ്റിയും ഒരുപാട് എന്നെ ഈ സിനിമ കാണുമ്പോൾ ഹെൽപ്പ് ചെയ്തു. കാരണം അപ്പോൾ വീണ്ടും ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലും ആവില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ സിനിമ വന്നിട്ടുണ്ട്. മഹേഷ് നാരായണന്റെ മുന്നത്തെ സിനിമകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ സിനിമകൾ എന്നൊക്കെ. ആൻഡ് സോറി, ഇത് പറയുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഒരു പെർട്ടിക്കുലർ ആക്ടറിന്റെ ഫാൻസ് ഞാൻ എക്സ് തുറക്കുമ്പോൾ പോലും അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമേനെ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഡൗൺ ഇൻ ദ സെൻസ് ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് എന്നുള്ള ആൾക്കാരെ
ഒരു ഇതിന്റെയൊക്കെ അടിയിലൊക്കെ വന്നിട്ടുള്ള കമന്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എക്സിലൊക്കെ ഷെയർ ചെയ്യണ പിക്ചേഴ്സ് എന്താ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഹെയ്റ്റ് നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കാം. ഞാൻ പറയും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള. നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയും. ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ്. ആ ഒരു ഡെസിഷൻ, ആ ഒരു ഒപ്പീനിയനെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരുന്നു. ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സും കാണാൻ പോയ സമയത്ത് എന്റെ ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞു, ഇതിങ്ങനെ ആക്കായിരുന്നു. ശരിയാണ്, അതങ്ങനെ ആക്കായിരുന്നു. അതും ശരിയാണ്. എനിക്ക് തോന്നി ഓക്കെ, അതങ്ങനെ തന്നെ ഫ്ലാറ്റ് ആയിട്ട് വെച്ചത് നന്നായി. അത് രണ്ടും 2 അഭിപ്രായങ്ങൾ. ആ 2 അഭിപ്രായങ്ങളും വാലിഡ് ആണ്. അഭിപ്രായങ്ങൾ എപ്പോഴും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. പക്ഷേ അതേ സമയം അയാൾക്ക് അങ്ങനെ ചെയ്തൂടെ, ഇയാൾക്ക് ഇങ്ങനെ ചെയ്തൂടെ, ഇയാൾ എന്താ പറയുക, ഇയാളൊരു പൊട്ടനാണ് എന്ന് പറയുമ്പോൾ ആ സംഭവമേ മാറി. ആ പ്ലേറ്റേ മാറി. അതൊരു ഹെയ്റ്റിലേക്ക് മാറി. എസ്പെഷ്യലി ഞാൻ ഈ സിനിമ കാണുമ്പോഴും കാണുന്നതിന് മുന്നേ ഇറങ്ങിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മമ്മൂക്കയ്ക്ക് എത്ര കാലം ഹേറ്റേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളത്. കാരണം എക്സ് ഒക്കെ തുറന്നാൽ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാവും. അപ്പോ ഈ ഫാൻസ് വിചാരിച്ചു വെച്ചൊരു കാര്യം പറഞ്ഞാൽ ഇതിപ്പോ ഒരു 2020 പോലെ നമ്മളിങ്ങനെ വരുന്നു, മുണ്ട് മടക്കി കുത്തുന്നു, അടിക്കുന്നു, അല്ലെങ്കിൽ മറ്റേ 2 ഗണ്ണെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നു, ഭയങ്കര ഡയലോഗ് അടിക്കണം. ഇങ്ങനത്തെ ഒരു സിനിമയല്ല അത്. അത് ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴും ടീസർ കാണുമ്പോഴും ഈവൻ മമ്മൂക്ക, ലാലേട്ടൻ എല്ലാവരും മരിച്ചു പറയരുത് ഇതൊരു കോണ്ടന്റ് ഡ്രിവൺ സിനിമയാണ്. ഇതില് എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള മീൻസ് ഭയങ്കര ഡയലോഗോ കാര്യങ്ങളോ ഒന്നുമല്ല, മാസ് ഫോർമുല വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയല്ല എന്ന് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോയിട്ട് ഫസ്റ്റ് ഡേ പറയും ഇതില് മാസ് ഒന്നുമില്ല, ഇതില് എലിവേഷൻ ഇല്ല എന്നുള്ളത്. എന്നാലും ഈ സിനിമയുടെ ഇന്റർവെൽ ബ്ലോക്ക് ആവട്ടെ, ഈവൻ ലാലേട്ടൻ വരുന്ന പോർഷൻസ് ആവട്ടെ, ഞാൻ കൂടുതൽ സ്പോയിലർ ആയിട്ടൊന്നും പറയണില്ല. ബട്ട് ഡെഫിനറ്റ്ലി ആ സിനിമയ്ക്ക് ആ ഒരു കഥ, ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു എലിവേഷൻ പരിപാടി ഉണ്ട്. അതൊക്കെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് എലിവേഷൻ കൊണ്ടുവരായിരുന്നു പല സീനിലും. കാരണം അത് നാച്ചുറലി ഡിമാൻഡ് ചെയ്യുന്ന സ്പേസ് ആണ്. എന്ന് പറഞ്ഞാൽ ഓക്കെ, അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിച്ചു പോകും. എന്നാലും ഇപ്പൊ കിട്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ പെട്രോൾ എന്നുള്ള സിനിമ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മഹേഷ് നാരായണന്റെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു സിനിമ കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. കാരണം മാലിക്കൊക്കെ കണ്ട സമയത്ത് അറിയാം, മാലിക്കിലൊക്കെ ഒരുപാട് സിറ്റുവേഷണൽ എലിവേഷൻ വന്നിട്ടുണ്ട്. ആ സംഭവം പോലെയല്ല പെട്രോട്ടിലേക്ക് വരുമ്പോൾ. പെട്രോട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മഹേഷ് നാരായണനെ പോലത്തെ ഒരാള് ഒരുപാട് പ്രഷർ അനുഭവിച്ചിട്ടുണ്ടാവും ഈ സിനിമ എടുത്ത സമയത്ത്. കാരണം രണ്ടുപേരും സ്റ്റാർസ് ആണ്, അവരുടെ ഫാൻസ് ഉണ്ട്, അവരുടെ ഫാൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യണം. അതേ സമയം തന്നെ സ്വന്തം ആ ഒരു ഐഡിയ, ആ ഒരു കൺസീവ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ സ്റ്റോറിക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു പടവും ഡെലിവർ ചെയ്യണം. അത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി. മറ്റേത് ഈ സിനിമ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫാൻസ് പറയും അവരുടെ രീതിയിൽ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സിനിമേനെ ഡൗൺഗ്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ അതെന്ത് മോശമാണെന്ന് ആലോചിച്ച് നോക്കി. ഞാനത് കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കരുത്, ഈ ഒരു സിനിമേനൊക്കെയാണല്ലോ എല്ലാവരും ഇത്രയും ഹെയ്റ്റ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ നെഗറ്റിവിറ്റി ഷെയർ ചെയ്ത് വിട്ടേരുന്നത് എന്നുള്ളത്. എസ്പെഷ്യലി എനിക്ക് ഒരു മടിയില്ല പേരെടുത്ത് പറയാൻ, അശ്വന്ത് ഗോക്കിന്റെ ഒക്കെ റിവ്യൂ ഞാൻ ഇത് ഇങ്ങനെ ഓരോ ഇൻസ്റ്റാഗ്രാമിൽ ഇതാ കണ്ട, ഞാൻ ആളുടെ ചാനലിൽ കൂടെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് കുറെ പേര് ട്രോളാക്കിയിട്ട് പറയുന്നുണ്ട്, ഒരു മഹേഷിന്റെ പ്രതികാരം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് അതൊക്കെ പറയണത്? ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. പക്ഷെ അത് വിചാരിച്ച് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് ആളെ പറ്റി ഇങ്ങനെ പറയാന്നുള്ളത് വളരെ മോശമാണ്. അത്രയും ഒരു എന്താ പറയാ, വളർന്ന് വലുതായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ, കുഞ്ഞു കുട്ടിയൊന്നുമല്ലല്ലോ. ഫേസ്ബുക്കിൽ ആരോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ അവർക്ക് പ്രശ്നം, ലാലേട്ടന് കിട്ടിയിട്ടുള്ള റോളാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനൊരു മമ്മൂക്കേനെയും മോഹൻലാലിനെയും ഒരേപോലെ സ്നേഹിക്കുന്ന ആളാണ്. അവർ രണ്ടുപേരെയും സ്ക്രീനിൽ കണ്ടപ്പോഴും എനിക്ക് കിട്ടിയ ഒരു കിക്ക് ഉണ്ട്. ലാലേട്ടനെ കിട്ടിയതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് റോൾ ഒരു ക്യാരക്ടേഴ്സിന്റെ ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു അത് ഒക്കെ കൂടുതൽ ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ സ്പോയിലർ ആവും. അപ്പോൾ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ക്യാരക്ടർ ലാലേട്ടൻ എന്ത് ഭംഗിയായിട്ടാ ചെയ്തത്. അത് മാത്രമല്ല, ലാലേട്ടനെ പോലത്തെ ഒരാൾ ആ ക്യാരക്ടർ എടുത്ത് ചെയ്തു എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എണീറ്റ് കൈയടിക്കണം. അത്രയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഇതൊരു ഐ ഓപ്പണർ ആണ് ഈ സിനിമ പല ഇൻഡസ്ട്രിത്തെ സ്റ്റാർസിന് വേണ്ടി. ഇപ്പൊ രജനീകാന്ത്, ഈവൻ ഉലക നായകൻ എന്ന് പറയുന്ന കമലഹാസൻ ഇങ്ങനത്തെ റോൾ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. അതേപോലെയാണ് രജനീകാന്ത് എന്ന് ചിന്തിക്കേ വേണ്ട. അപ്പൊ ഇങ്ങനെയും ഉള്ള ഒരു സമയത്ത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മുടെ സ്റ്റാർസ് വന്നിട്ട് ഇങ്ങനത്തെ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദം. കാരണം എന്നാണ് അവർ സ്റ്റാർസ് ആയത്? സ്റ്റാർസ് ആവുന്നതിന് മുന്നേ അവർ നല്ല ആക്ടേഴ്സ് ആണ്. ലാലേട്ടൻ അങ്ങനെ നല്ല ഹു ഇസ് ദ ബെറ്റർ ആക്ടർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫാൻ ഫൈറ്റ് ഉണ്ടാവാറുണ്ട്. ആ ഫാൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോഴും സ്റ്റാർസിന്റെ മുകളിലാണ് കളിക്കുന്നത്. അല്ലാണ്ട് ആരാണ് ബെറ്റർ ആക്ടർ എന്നുള്ളതല്ല. ബെറ്റർ ആക്ടർ വിട്ടോളൂ, അവര് നല്ല ആക്ടേഴ്സാ. അപ്പൊ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ റോളും അവർ ചെയ്യും. അതിന് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഹീറോ ആയിട്ട് മാത്രമേ അഭിനയിക്കൂ, അല്ലെങ്കിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് ഞാൻ അഭിനയിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സീൻ അഭിനയിക്കില്ല എന്നൊന്നുമില്ല. അവര് അഭിനയിക്കുന്ന ആൾക്കാരാണ്, സിനിമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ ആ റോള് ചെയ്തു. അതിലെന്താ തെറ്റുള്ളത്? എന്നിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് പോസ്റ്റ് കാണാം, ലാലേട്ടൻ എന്തൊരു മണ്ടനാണ് ലാലേട്ടൻ. അതേപോലെ വേറെ ഒന്നുണ്ടായിരുന്നു, ലാലേട്ടന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഭയങ്കര മോശമാണ്, ലാലേട്ടനെ പറ്റിക്കാൻ എന്താ ലാലേട്ടൻ? അത് ഇത്രയും ചെറിയ കുട്ടിയോ? എത്ര പ്രായമുണ്ട്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട് ആളെയൊക്കെ. സി,
ഈ സിനിമ ലാലേട്ടൻ ചെയ്തിട്ടുണ്ടാവുക ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിൽ തന്നെ ആയിരിക്കും. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിൽ ചെയ്യുമ്പോഴും അതിൽ നല്ലൊരു ക്യാരക്ടറാണ് ആള് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വെറുതെ ഒരു എന്താ പറയാ ഒരാൾ പറഞ്ഞു കേട്ടിട്ട് ഓക്കെ ഞാനും അങ്ങനെ പറയാന്നുള്ള രീതിയിലായി പോവാതെ ആ സിനിമ ഒന്ന് കാണും. സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. ആൻഡ് ഇതൊരു റീയൂണിയൻ എന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് പേരുടെ കയ്യിലും തെറ്റുണ്ട്. ഒന്ന് സിനിമയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും അവർ ഭയങ്കരമായിട്ട് മമ്മൂക്ക ലാലേട്ടൻ റീയൂണിയൻ എന്ന് വെച്ചിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്തിട്ടുള്ളതും. ആൻഡ് നമ്മുടെ നാട്ടുകാർ അങ്ങനെ വിചാരിച്ചതും ഭയങ്കര അടി ഇടി അങ്ങനത്തെ പരിപാടിയാണെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് സൈഡിലും തെറ്റുണ്ട്. കാരണം അങ്ങനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഏത് ആക്ടറാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് എന്നുള്ളത്, ആരാണ് ഒരാളെ ടേക്ക് ഓവർ ചെയ്യാൻ പോണത്, അങ്ങനത്തെ ഒരു തോട്ട് വരും ഉറപ്പായിട്ടും. അത് പ്രത്യേകിച്ച് ഫാൻസിന്റെ ഇടയിൽ ഈ ഇവർക്ക് രണ്ടുപേർക്കും ഫാൻസ് ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ള ഫാൻ ഫൈറ്റും മറ്റേ ടോക്സിക് ഫാൻസ് വേണം. ടോക്സിക് ഫാൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഉണ്ടല്ലോ ഉറപ്പായിട്ടും ഒരു എബോ ആവറേജ് ഒരു വേർഡിക്റ്റ് ഈ സിനിമയ്ക്ക് വരുമായിരുന്നു. ആൻഡ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിപ്പോ എനിക്ക് ഓരോ കാര്യങ്ങൾ ടെക്നിക്കലി എടുത്ത് വരാനൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ ആസ് എ മൂവി ലവർ ഐ റിയലി ലവ്ഡ് ഈച്ച് ആൻഡ് എവറി സിംഗിൾ സംഭവം ഷോൺ ദാറ്റ് മൂവി. ഫ്ലൈറ്റിൽ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ ഒരു സീൻ ഉണ്ടായിരുന്നു. അവര് ലൈവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലൈവില് മമ്മൂക്കി ലാലേട്ടൻ ഇത്ര ഹൈപ്പ് ചെയ്തപ്പോൾ ഓക്കെ അതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ആ ഇന്റർവെല്ലിലെ ഫ്ലൈറ്റിലൊരു സീൻ അമേസിങ് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഫഹദിന്റെ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു ഫൈറ്റർ ജെറ്റിന്റെ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ എന്ത് ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. എനിക്ക് ഹൃതിക് റോഷന്റെ ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഒരു സീനാണ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അവർക്കത് വേണമെങ്കിൽ ബീസ്റ്റിലെ വിജയ് ചെയ്ത പോലെ ആക്കാമായിരുന്നു. പക്ഷെ അവർ കുറച്ചും കൂടെ ക്വാളിറ്റി വെച്ചിട്ട് അവർ ആ സംഭവം എടുത്തു. ആൻഡ് നല്ല പഠിച്ച് മനസ്സിലാക്കി റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടന്റ് അവർ ഡെലിവർ ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു പീക്ക് ഫീൽ കിട്ടിയ ഒരു സിനിമ കണ്ടപ്പോട്ടോ. അത് ഈ സിനിമയുടെ മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ ഇതൊരു കണ്ടന്റ് ഡ്രിവൻ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ കണ്ടന്റ് തന്നെയാണ് ഈ സിനിമയെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അല്ലാണ്ട് മമ്മൂക്ക ആണ് അല്ലെങ്കിൽ ലാലേട്ടനാണ് അതുകൊണ്ട് ഒരു അടി ഇടി എന്നുള്ള രീതിയിൽ ഒരു രീതിയിലും എലിവേഷൻ ഇല്ല. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ഒരു സിനിമയായിട്ട് അങ്ങോട്ട് പോവാൻ തുടങ്ങി. ഇപ്പൊ മമ്മൂക്ക വരുന്ന സമയത്ത് ഓക്കെ ഡോക്ടർ ഡാനിയൽ വരുന്നു, ഇവരൊക്കെ പേരെങ്ങനെ റഹീം വരുന്നു, ഇങ്ങനെ നമ്മൾ ആ മനസ്സിലെ ഇവരെ പേരും കാര്യങ്ങളൊക്കെ ഫീഡായിട്ട് ഇങ്ങനെ പോകും. പിന്നെ പോരായ്മ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, ചിലപ്പോൾ തോന്നാതിരിക്കാം. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പൊ ചില സംഭവങ്ങള് ഒട്ടും എന്താ പറയാ ആ സിനിമ പറഞ്ഞു പോണ ഒരു രീതി ഉണ്ടല്ലോ. ഇവർ രണ്ടുപേരും ഒപ്പം വരുന്ന സമയത്ത് ആ ലാലെ ഇച്ചാക്ക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ പോലെ പല സ്ഥലങ്ങളിലും വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് കുറച്ചും കൂടെ ഒന്ന് ആ ഒരു എന്താ പറയാ സിനിമ എന്താണോ എന്ത് പ്രൊഫഷണൽ രീതിയിലാണോ അവർ കമ്മ്യൂണിക്കേഷൻ അതേപോലെ തന്നെ ഒന്ന് ആക്കാമായിരുന്നു എന്ന് തോന്നി. ബാക്കി എനിക്കൊരു പ്രശ്നം ഈ സിനിമയിൽ തോന്നിയിട്ടില്ല. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. ഞാൻ കൊടുത്ത പൈസയ്ക്ക് അടിപൊളിയായിട്ട് വർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് രണ്ടാമത് ഈ സിനിമ കാണണമെന്നുണ്ട്. പലവരും വൺ ടൈം വാച്ചബിൾ ആന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ എനിക്കെന്തോ രണ്ടാമത് ഈ സിനിമ കാണാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഒരുപാട് ലൊക്കേഷൻസിൽ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ യുകെയിലൊക്കെ ഉണ്ടായിരുന്നു സീനും കാര്യങ്ങളൊക്കെ. അപ്പം നല്ല ഭംഗിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ഈ ഒരു ടൈപ്പ് ഓഫ് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം മറ്റേ മുണ്ട് മടക്കി കുത്തിയിട്ടുള്ള അടിയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മുണ്ട് മടക്കി കുത്തിയിട്ടുള്ള അടിയല്ല. അത് അശ്വിൻ ഗോക്കൊക്കെ പറഞ്ഞു കേട്ടു. മമ്മൂക്കയ്ക്ക് ഫൈറ്റ് ചെയ്യാനോ അറിയില്ല, എന്നാൽ ലാലേട്ടൻ ആ ഒരു കാലെങ്കിലും ഉണ്ടെങ്കിൽ 2 ഫൈറ്റെങ്കിലും കാണായിരുന്നു. അപ്പോ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഇത്രയും റിവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ട് ഇത്രയും സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ്, ഭയങ്കര വിവരമുള്ള ആളാണെന്നാണ് ആള് ക്ലെയിം ചെയ്യണത്. ആൾക്ക് ഈ ഒരു സിനിമ കാണാൻ പോണതിന് മുന്നേ ഈ സിനിമ എന്താണെന്നുള്ളത് പോട്ടെ, ഈ സിനിമ തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവില്ല അത് എങ്ങനത്തെ ഒരു സിനിമയാണെന്നുള്ളത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ലേ എന്നാണ്. എനിവേസ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ദിസ് ഈസ് നോട്ട് എൻ OTT മൂവി. ഇതൊരു തിയേറ്ററിൽ ഒരു വലിയ സ്ക്രീനിൽ കാണേണ്ട സിനിമ തന്നെയാണ്. ഇപ്പോൾ ക്രൗഡ് ഉണ്ടോ ക്രൗഡ് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കേസിൽ എനിക്ക് പറയാൻ തോന്നുന്നത് ക്രൗഡ് ഇല്ലാതെ നല്ല സമാധാനമായിട്ട് ഒരു തിയേറ്ററിൽ നിന്ന് കാണുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഭയങ്കര അലമ്പാവും, ഓരോരുത്തരുടെ ഫാൻസ് വന്നിട്ട് രണ്ടുപേരുടെ ഫാൻസും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ കൂടെ വന്ന് എന്റെ ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടു. എന്റെ നാട്ടിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. മോഹൻലാൽ ഫാൻസ് ആണ്, അവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ഞാൻ ഒരു പെർട്ടിക്കുലർ ആക്ടറിന്റെ ഫാൻസ് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഡീപ്പായിട്ടും തുറന്നു നോക്കുമോ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമോ, നിങ്ങൾക്ക് കാണാം ടോക്സിക് ആയിട്ടുള്ള എന്താ പറയാ പോസ്റ്റുകളും കോമെന്റ്സും ഒക്കെ നിങ്ങൾക്ക് കാണാം അവിടെ. എന്തിനാണ് ഇത്ര ഹെയ്റ്റ് ഒരു പെർട്ടിക്കുലർ ആക്ടറിനോട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആളെടുത്ത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിവേസ് ഇതൊരു മമ്മൂക്ക പടമാണ്, അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ആ ഒരു രീതി തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സിനിമയായിട്ട് ഈ സിനിമയെ കാണാൻ പറ്റും. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ആൻഡ് ഒരു കാര്യം കൂടെ, ഒരു റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ഒരു സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താ പറയുക അത് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ഇയാൾ പറഞ്ഞത് കാണണ്ട, അതുകൊണ്ട് അല്ല ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കാണുന്നില്ല എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് എടുത്ത് മാറ്റിയിട്ട് സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് കാര്യം. ആൻഡ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ അഭിപ്രായം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.
താങ്ക് യു ഫോർ വാച്ചിങ് മീ. ആൻഡ് ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോസ് കാണുന്നതും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ യൂട്യൂബ് ഫാമിലിയുടെ അടുത്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഐ എം റിയലി സോറി, എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് കാലമായിട്ട്. ചെയ്യാൻ വരുന്ന സിറ്റുവേഷൻ വരുമ്പോഴും അത് ഓരോരോ കാരണങ്ങൾ കാരണം അങ്ങോട്ട് മാറി പോകാറുണ്ട്. ആൻഡ് ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ പോസ്റ്റ് മോർ കോണ്ടന്റ്സ്, മൂവി റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ടേക്ക് കെയർ, ബൈ.